തിരുവനന്തപുരം നെടുമങ്ങാട് 19കാരൻ ഷോക്കേറ്റ് മരിച്ചുവെന്ന വാർത്ത നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പനയമുട്ടം സ്വദേശിക്കാണ് 19കാരനാണ് ജീവൻ നഷ്ടമായത്. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. സംഭവസ്ഥലത്ത് അപകട സ്ഥലത്ത് ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ എത്തിയിട്ടുണ്ട്. ഉമേഷ്, അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? പുതിയ വിവരങ്ങൾ എന്താണ് ഉമേഷ്? വളരെ വിഷമകരമായ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് കാണിക്കാൻ കഴിയുന്നത്. കാരണം ഈ വാഹനം എത്തുകയും വാഹനത്തിന്റെ മുകളിലേക്ക് മരവും ഈ പോസ്റ്റും ഒന്നിച്ച് മറിഞ്ഞു വീഴുകയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഹെൽമെറ്റ് 3 പേരുണ്ടായിരുന്നു ഈ വാഹനത്തിൽ. 3 പേരുടെയും ഹെൽമെറ്റ് ഇവിടെയുണ്ട്. ആ ഒരു അപകടം നടന്ന സ്ഥലത്തെ സ്പോട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വാഹനത്തിൽ പൂർണ്ണമായി ഒരു ലൈൻ കമ്പി പൂർണ്ണമായി ചുറ്റിയ നിലയിലാണ് ഉണ്ടാകുന്നത്. എന്തായാലും നമുക്ക് ദൃക്സാക്ഷികൾ, സമീപ പ്രദേശവാസികൾ ഉണ്ട്. ചേട്ടാ, എത്ര മണിക്കായിരുന്നു ഈ സംഭവം നടക്കുന്നത്? ഒരു 12:30 നമ്മളാണ് അടിച്ചുകൊണ്ടിരുന്ന ബോഡി നമ്മൾ വന്നത്. സൗണ്ട് കേൾക്കായിരുന്നു. നമ്മളിവിടെ അടിച്ചുകൊണ്ട് പയ്യന്മാർ ബൈക്കിൽ ഇങ്ങനെ കയറി വരുന്നത്, ചിരിച്ച് കളിച്ചവന്മാർ വരുന്നുണ്ട്. അന്ന് ഒരു 5 സെക്കൻഡ് പോലും ആവില്ല, അല്ലെങ്കിൽ ഒരു വിളിയും കേൾക്കുന്ന, ഒരു ഭയങ്കര ശബ്ദവും കേൾക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ഓടി വന്നപ്പോൾ ഇതിന്റെ കമ്പിയിൽ അടിയെ കിടക്കണം ഒരാൾ, 2 എണ്ണം ഇവിടെ നിൽക്കണം. അവന്മാർക്ക് വലിയ ബോധമൊന്നുമില്ല. അവന്മാർ പിച്ചിപ്പായും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കണം. അവന്മാരെ പേടിച്ചു പോയത്. കാരണം പിന്നീട് മുണ്ടുമൊക്കെ ഉരിഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ടാണ് അവനെ വലിച്ച് ഇറങ്ങൂല. ഇതിൽ കറണ്ട് പിടിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് ഒരു കാരണവശാലും അവൻ ഇറങ്ങൂല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചൊക്കെ എടുത്തിട്ട് സ്പോട്ടിൽ തന്നെ ആൾ മരണപ്പെട്ടു പോയി. അപ്പോഴത്തന്നെ നമുക്ക് മനസ്സിലായി, നമ്മുടെ എടുത്തിട്ടൊക്കെ പഞ്ചൊക്കെ ചെയ്തപ്പോൾ അറിയാം, കണ്ണൊക്കെ പിടിച്ച് പോയപ്പോൾ ആൾ മരണപ്പെട്ടു. അങ്ങനെ എടുത്ത് അവിടെ തുണിയൊക്കെ പിടിച്ച് അവിടെ കിടത്തിയിട്ടാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ആംബുലൻസ് വിളിച്ചിട്ട് വന്നില്ല. അങ്ങനെ താഴത്തെ പയ്യൻ്റെ കാറുണ്ടായിരുന്നു, അവനെ പെട്ടെന്ന് വിളിച്ച് അവൻ ഓടി വന്ന് കാറെടുത്ത് കൊണ്ടുപോയി. അപ്പോൾ അവനെ ഒരു PR അവിടെ കൊണ്ട് കയറിയിട്ട് നേരെ നെടുമങ്ങാട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. നെടുമങ്ങാട്ട് കൊണ്ട് കയറി അവിടെ മുറിച്ചില്ല, അവിടെ ഇരിക്കുകയാണ്. ഈ അപകടാവസ്ഥയിൽ തന്നെയായിരുന്നു അല്ലേ ഈ മരങ്ങളെല്ലാം? ഈ മരങ്ങൾ താണ്ട ഈ ഒരു കൊമ്പാണ് ഒടിഞ്ഞത്. ഈ ഒരു കൊമ്പ്, അതായത് ഈ മരം നേരെ പോസ്റ്റിലേക്ക് വീഴുന്നു, കമ്പിയിൽ വീണ് പോസ്റ്റ് അരിങ്ങി പോകുന്നു. അപ്പോൾ തന്നെ അവരും എത്തി. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ റോഡിൽ കിടക്കണമെങ്കിൽ ഒരു കാരണവശാലും ഈ ശബ്ദം കേൾക്കൂല. ഭയങ്കര ഒരു ശബ്ദമാണ് കേട്ടോ. ഇത് ഒടിഞ്ഞ് വീണ ശബ്ദമാണ് കേൾക്കണ. അപ്പോഴത്തന്നെ നമ്മൾ ഓടി ഇവിടെ എത്തി. നമ്മളെ 12 മണിയോടെ 12 മണി കഴിയും. ഇപ്പോഴാണ് ഈ സംഭവം നടന്നത്. ഇവിടെ ആളെല്ലാം കൂടി അതിനൊന്നും ഇവർ 3-4 പേരാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി. കുറെ കൂടെയുള്ള ചെറുപ്പക്കാര് അടുത്ത് അറിയാന്നുള്ളവർ തന്നെയാണോ? ഈ അടുത്തുള്ള ബാച്ചുകൾ തന്നെയാണ്, അടുത്തുള്ള പയ്യന്മാര് തന്നെയാണ്. ഇവർ കാറ്ററിംഗ് പോകണം. ഇവരെല്ലാം അറിയാന്നുള്ളവർ തന്നെ കേട്ടോ. പയ്യന്മാരെ പനയോട്ടത്തുള്ള പയ്യന്മാര്. മോന്റെ കൂട്ടുകാരനാണ്. അവര് പഠിക്കുകയാണോ? ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. അവിടെ ക്യാമറ മറ്റേ കല്യാണ വീഡിയോ ഫോട്ടോഗ്രാഫർ കൂടെയാണ്. അക്ഷയ് മൂത്താന് പഠിക്കുകയാണ്. ഡിഗ്രിക്ക് പഠിക്കുന്നത്. എവിടെയാ പഠിക്കുന്നത് എന്തെങ്കിലും അറിയാം? പ്രൈവറ്റ് കോളേജില് കാലാണ്. അക്ഷയുടെ ബന്ധുക്കളാണ്. വന്നത് അതോ എന്താ ാണ് ഞാൻ താമസിക്കുന്നത്. ഇത് അറിഞ്ഞിട്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് പിന്നെ ഇപ്പം വീട്ടിൽ പോയിട്ടാണ് തിരിച്ചു പോകുന്ന വഴിയാണ്. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും അവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ്? അടുത്തുള്ള ഒരാള് തൊട്ടടുത്തുള്ളതും ഒരാൾ ഒരു 2 കിലോമീറ്റർ അപ്പുറമുള്ള ആള്. അവരെന്താ പറയുന്നത്? അവരോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവര് വളരെ ഡെസ്പായിരുന്നു. സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പോയല്ലേ? ഒരു കുടുംബം എങ്ങനെയാ, ഫാമിലിയൊക്കെ? അക്ഷയുടെ അച്ഛൻ ആണ്, എൻ്റെ അളിയനാണ് അക്ഷയുടെ അച്ഛൻ. അക്ഷയും പിന്നെ ഒരു മോനൂടെ ഉണ്ട്. ഇനി അക്ഷയുടെ ചേട്ടനാണുള്ളത്. ഇവൻ ഇപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പ്രൈവറ്റൈസേഷനിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഇടയ്ക്ക് പാർട്ട് ടൈമായിട്ട് ഇത് പോകുന്നുണ്ട്. അപകട സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ.